അതുകൊണ്ട് പീലാത്തോസ് അവനെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. കൊലക്കുറ്റത്തിലും ലഹരിക്കും തടവിലാക്കപ്പെട്ടിരുന്ന ബറാബാസിനെ ജനങ്ങളുടെ അപേക്ഷ പ്രകാരം വിട്ടയച്ചു. യേശുവിനെ അകത്തെ യാത്ര മുന്നോട്ട് നീങ്ങുന്നു. എനിക്ക് സുഖകരമായ ഒരു കൂടിക്കാഴ്ച. അവിടുത്തെ മാതാ ഓടിയെത്തുന്നു. അവർ പരസ്പരം നോക്കി. കവിഞ്ഞൊഴുകുന്ന 4 കണ്ണുകൾ പിങ്ങിപ്പൊട്ടുന്ന 2 ഹൃദയങ്ങൾ. ചുമക്കാൻ ശിമോനെ നിയോഗിക്കുന്നു.
ഭാഗ്യവാന്മാരായിരട്ടെ കുറച്ചുകൊണ്ട് നടുക്കോട്ടാക്കിക്കോ പബ്ലിക് പുറകെ ക്രൂശിൽ താങ്ങിക്കൊണ്ട് വന്നിടട്ടെ യേശുനാഥ ഭാഗ്യവാന്മാരായിരട്ടെ നിൻകാരുണ്യത്താൽ ഭാഗ്യവാന്മാരായിരട്ടെ അഞ്ചാം സിമയോൻ ഈശോയെ സഹായിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ലോകത്തെ വേണ്ടി രക്ഷിച്ചു. ഈശോ വളരെയധികം തളർന്നു കഴിഞ്ഞു. ഇനി കുരിശോട് കൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ശക്തനല്ല. അവിടുന്ന് വഴിവെച്ച് തന്നെ മരിച്ചുപോയേക്കുമെന്ന് യൂതന്മാർ ഭയന്നു. അപ്പോൾ ശിമയോൻ എന്നൊരാൾ വയലിൽ നിന്ന് വരുന്നത് അവർ കണ്ടു. ഞങ്ങളുടെ ശുദ്ധിയാക്കി നിൻമുഖത്തിൻ ഛായേ മുദ്രിതമകേണമവയിൽ ഛായേ മുദ്രിതമകേണമവയിൽ ദീപ്തി ചിന്തും സുന്ദരമാമുഖം മ്ലാനമായി ഭക്തയായ വേറോനിക്ക സ്നേഹഭക്ത തുടയ്ക്കുന്നു നിന്തിരുമുഖം സ്നേഹഭക്ത തുടയ്ക്കുന്നു നിന്തിരുമുഖം പാപപ്ലാനമായ ഞങ്ങളുടെ ശുദ്ധിയാക്കി നിൻമുഖത്തിൻ ആറാം സ്ഥലം വേറോനിക്കാം സഹായത്തിൽ സംസ്കരിക്കുന്നു.
വരേവും ആശ്വസിപ്പിച്ചിടുന്നു താനവരേവും മുസ്ലിമിൻ സ്ത്രീകളെ എന്നെയോർത്തു നിങ്ങൾ കേഴണ്ടൊട്ടും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ കർത്താവിൻ പീഡകളെ കണ്ട തുലം സഹതാപമോടെ ഭക്ത സ്ത്രീകൾ കേണിടുന്നു ആശ്വസിപ്പിച്ചിടുന്നു താനവരെയും ആശ്വസിപ്പിച്ചിടുന്നു താനവരെയും മുസ്ലിമിൻ സ്ത്രീകളെ എന്നെയോർത്തു നിങ്ങൾ കേഴണ്ടൊട്ടും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ കർത്താവിൻ പീഡകളെ കണ്ട തുലം സഹതാപമോടെ ഭക്ത സ്ത്രീകൾ കേണിടുന്നു ആശ്വസിപ്പിച്ചിടുന്നു താനവരേവും ആശ്വസിപ്പിച്ചിടുന്നു താനവരേവും മുസ്ലിമിൻ സ്ത്രീകളെ എന്നെയൊത്തു നിങ്ങൾ കേഴണ്ടൊട്ടും നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ മക്കളെയും ഓർത്തു നിങ്ങൾ പ്രലപിക്കുവിൻ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓർമ്മ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർമ്മയത്തിന്റെ തെരുവുകൾ ശബ്ദായമയമായി പതിവില്ലാതെ ബഹളം കേട്ട് സ്ത്രീജനങ്ങൾ വഴിയിലേക്ക് വരുന്നു. അവർക്ക് സുപരിചിതനായ ഈശോ കൊളത്തിലേക്ക് നയിക്കപ്പെടുന്നു. അവിടുത്തെ പേരിൽ അവർക്ക് അനുകമ്പ തോന്നി. ഓശാന ഞായറാഴ്ചത്തെ ഘോഷയാത്ര അവരുടെ ഓർമ്മയിൽ വന്നു. സൈറ്റിംഗ് കൊമ്പുകളും ജയ്വിളികളും അവർ കണ്ണുനീർ വാർത്ത് കരഞ്ഞു. അവരുടെ സഹതാപ പ്രകടനം അവിടുത്തെ ആശ്വസിപ്പിച്ചു. അവിടുന്ന് അവരോട് പറയുന്നു, നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുവിൻ. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഓർമ്മയും ആക്രമിക്കപ്പെടും. അവരും അവരുടെ കുട്ടികളും പട്ടിണി കിടന്നു മരിക്കും. ആ സംഭവം അവിടുന്ന് പ്രവചിക്കുകയായിരുന്നു. അവിടുന്ന് സ്വയം മറന്ന് അവരെ ആശ്വസിപ്പിക്കുന്നു. എളിയവരുടെ സങ്കേതമായ കർത്താവെ, ഞെരുക്കത്തിന്റെ കാലത്ത് ഞങ്ങളെ ആശ്വസിപ്പിക്കുന്ന ദൈവമേ, അങ്ങേ ദാരുണമായ പീഡകളോർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. അവയ്ക്ക് കാരണമായ ഞങ്ങളുടെ പാപങ്ങളോർത്ത് കരയുവാനും ഭാവിയിൽ പരിശുദ്ധരായി ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാലുപാടും വലിക്കുന്നു ചവിട്ടുന്നൊരു റോസപ്പൂ വീടുഴലും മമ ജീവനദ ഘോരമായ നീ വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. വീണിടാതെ ഞങ്ങളെ നീ രക്ഷിക്കണമേ. ദിവ്യാഭ ചിന്തിടുന്ന നിൻമുഖം
കൊത്തി മൂന്നാമതും വീഴും ഈശോ നീ ചെയ്യുന്ന നാല് പാടും പാലിക്കുന്നു ചവിട്ടുന്നയ്യോ നാല് പാടും പാലിക്കുന്നു ചവിട്ടുന്നയ്യോ ചേറ്റിലൊരു റോസപ്പൂ വീണുഴലും മമ ജീവനാഥ ഘോരമായ നീ വീണിടാതെ ഞങ്ങളെ നിരക്ഷിക്കണമേ വീണിടാതെ ഞങ്ങളെ നിരക്ഷിക്കണമേ ദിവ്യാഭാ നിന്നിടുന്ന നിൻമുഖാംശം കൊത്തി പൂർണ്ണമതും വീഴുന്നീശോ നീ ജയുത നാല് പാടും പാലിക്കുന്നു ചവിട്ടുന്നയ്യോ നാല് പാടും പാലിക്കുന്നു ചവിട്ടുന്നയ്യോ റോസപ്പൂ വീണുഴലും മമ ജീവനാഥ ഘോരമായ വീണിടാതെ ഞങ്ങളെ നിരക്ഷിക്കണമേ വീണിടാതെ ഞങ്ങളെ നിരക്ഷിക്കണമേ ഈശോ 3 പ്രാവശ്യം വീഴുന്നു ഇളകി ആരാധിക്കുന്നു മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തല കറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്ന് അതാ നിലം പതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ശാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവേ അങ്ങ് പീഡകളുടെ മുമ്പിൽ എന്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാരം നിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും മുമ്പ് മറ്റൊന്ന് വന്നു കഴിഞ്ഞു ജീവിതം നിരാശനാകാതെ അവയെല്ലാം അങ്ങയോർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്നാൽ എന്റെ ജീവിതം ഇനി എത്ര നീളുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം അടുത്തു വരികയാണല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകട്ടെ ഒട്ടിച്ചേർന്ന വസ്ത്രമാവൊരിഞ്ഞിടുന്നു ഒട്ടിച്ചേർന്ന വസ്ത്രമാവൊരിഞ്ഞിടുന്നു മാമോദിസ കൈക്കൊണ്ടപ്പോൾ ഞങ്ങൾക്കു നീ തന്ന വെള്ളവസ്ത്രം ദിവ്യവസ്ത്രം നഷ്ടമാക്കിയിടാൻ ശക്തി നൽകണമെന്നാഥ നഷ്ടമാക്കിയിടാൻ ശക്തി നൽകണമെന്നാഥ കുഞ്ഞാണിന്റെ സോനൊരിഞ്ഞു മതിക്കീറും പോലെ രക്തം മൂലം സ്നേഹത്തോട് ഒട്ടിച്ചേർന്ന വസ്ത്രമാവൊരിഞ്ഞിടുന്നു ഒട്ടിച്ചേർന്ന വസ്ത്രമാവൊരിഞ്ഞിടുന്നു ആമോദിസ കൈകൊണ്ടപ്പോൾ ഞങ്ങൾക്കു നീ തന്ന വെള്ളവസ്ത്രം ദിവ്യവസ്ത്രം നഷ്ടമാക്കിയിടാൻ ശക്തി നൽകേണനാഥ നഷ്ടമാക്കിയിടാൻ ശക്തി നൽകേണനാഥ കുഞ്ഞാടിന്റെ
തോലൊരിഞ്ഞു മന്ദിക്കീറും പോലെ രക്തം മൂലം സ്നേഹത്തോട് ഒത്തിച്ചേർന്ന വസ്ത്രമവരൊരിഞ്ഞിടുന്നു ഒത്തിച്ചേർന്ന വസ്ത്രമവരൊരിഞ്ഞിടുന്നു മാമോദിസ കൈക്കൊണ്ടപ്പോൾ ഞങ്ങൾക്കു നീ തന്ന വെള്ള വസ്ത്രം ദൈവമാ രാഹുൽക്കായിലെത്തിയപ്പോൾ അവരോടത്തേക്ക് നിരന്തരത്തി എറിഞ്ഞു കൊടുത്തു. എന്നാൽ അവിടുന്ന് അത് സ്വീകരിച്ചില്ല. അവിടുത്തെ വസ്ത്രങ്ങൾ 4 ഭാഗിച്ച് ഓരോരുത്തർ ഓരോ ഭാഗം എടുക്കുകയും സ്ഥലം ഈശോമിശിഹായെ കുറിച്ച് പറഞ്ഞപ്പെടുന്നു. ഈശോയെ കുരിശിൽക്കടത്തെയും കൈവെള്ളക്കാലുകളിലും അവർ ആണി പറിക്കുന്നു. ആണിപ്പഴങ്ങളിലേക്ക് കൈകാലുകൾ വലിച്ചു നീട്ടുന്നു. വികലമായ വേദന, മനുഷ്യരെ സങ്കല്പിക്കാൻ കഴിയാത്ത വിധം ദുസ്സഹമായ പീഡകൾ. എങ്കിലും അവരുടെ ആദരങ്ങളിൽ പരാതിയില്ല, കണ്ണുകളിൽ നൈരാശ്യമില്ല. പിതാവിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു. ലോകരക്ഷകനായ മിശിഹായെ സ്നേഹത്തിന്റെ സന്ദേശവുമായി വന്ന് അങ്ങേ ലോകം കുരിശിൽ തറച്ചു. അങ്ങ് ലോകം നല്ലാത്തതിനാൽ ലോകം അങ്ങയെ ഉപേക്ഷിച്ചു. യജമാനേക്കാൾ വലിയ പ്രതിനിധെന്ന് അങ്ങ് അരുൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങയെ പീഡിപ്പിച്ചവർ ഞങ്ങളെ പീഡിപ്പിക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു. അങ്ങയോട് കൂടെ കുരിശിൽ നൽകപ്പെടുവാനും ലോകത്തിന് മരിച്ച് അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സ്വതസ്ഥനായ നിങ്ങളുടെ പിതാവേ, അങ്ങനെ രാജ്യങ്ങളമേ, അങ്ങയുടെ തിരുമനസ്സ് സുഹൃത്തിനെ പോലെ ഭൂമിയിലുമാകണമേ.
മരിക്കുന്നുവെന്ന് അരുളി ചെയ്ത് അവിടുന്ന് മരിച്ചു. പെട്ടെന്ന് സൂര്യൻ ഇരുണ്ടു. 3 മണി വരെ ഭൂമിയിലെങ്ങും അന്ധകാരമായിരുന്നു. ദേവാലയത്തിലെ തിരശ്ശീല നടുവേ കീറിപ്പോയി. ഭൂമി ഇളകി, പാറകൾ പിളർന്നു, പ്രേതാലയങ്ങൾ തുറക്കപ്പെട്ടു. ശതാധിപൻ ഇതെല്ലാം കണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ യഥാർത്ഥത്തിൽ നീതിമാനായിരുന്നുവെന്ന് വിളിച്ചു പറഞ്ഞു. കണ്ടു നിന്നവർ മാറത്തടിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. എനിക്കൊരു മാമോദീസ മുഖവാനുണ്ട്, അത് പൂർത്തിയാകുന്നതുവരെ ഞാൻ അസ്വസ്ഥനാകുന്നു. കർത്താവിനെ ആഗ്രഹിച്ച മാമോദീസ അങ്ങ് മുങ്ങിക്കഴിഞ്ഞു. അങ്ങേ ദഹനബലിയെന്ന് പൂർത്തിയാക്കി. എന്റെ ബലിയും ഒരിക്കൽ പൂർത്തിയാകും. ഞാൻ ഒരു ദിവസം മരിക്കും. അന്ന് അങ്ങേപ്പോലെ ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ എന്നെ അനുവദിക്കണമേ. എന്റെ പിതാവേ, ഭൂമിയിൽ ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി എന്നെ ഏൽപ്പിച്ചിരുന്ന ജോലി ഞാൻ പൂർത്തിയാക്കി. ഇവിടെ നിന്നല്ലേ അങ്ങനെ പതിമൂന്നാം മിശിഹായുടെ ദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. അന്ന് വെള്ളിയാഴ്ച ആയിരുന്നു. പതിനാലാം സ്ഥലം ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറിയിൽ സംസ്കരിക്കുന്നു. അനന്തരം റാംസാക്കാരനായ യൗസേപ്പ് ഈശോയുടെ